വടകര MDMA കേസിൽ പിടിമുറുക്കുന്നു പോലീസ്. അധ്യാപികമാർ ഉൾപ്പെട്ട വടകര MDMA കേസിൽ അധ്യാപികമാരുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പയ്യന്നൂർ, കുറ്റ്യാടി, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ ATM കൗണ്ടറുകളിൽ നിന്ന് പണം പിൻവലിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. പണം പിൻവലിച്ചത് കേസിലെ മുഖ്യ കണ്ണികളാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. കർണാടകയിലെ വൻ ലഹരി സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നാണ് കണ്ടെത്തൽ. ശരത് SS വിവരങ്ങൾ നൽകും. ശരത്ത്, അപ്പോൾ കീർത്തന, കാവ്യ, നീഷ്മ ഈ 3 അധ്യാപികർ ഇവർ ആർക്കൊക്കെയാണ് ഇവർ ലഹരി വിറ്റിട്ടുള്ളത്? ഇവർക്ക് ലഹരിക്കടത്തിൽ എത്രത്തോളം പങ്കുണ്ട്? ഇവർ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്. എല്ലാ പണമിടപാടും ഇവരുടെ അക്കൗണ്ടിൽ നിന്നാണ് നടന്നത്. കഴിഞ്ഞ ദിവസം കീർത്തന മാധ്യമങ്ങൾക്ക് മുന്നിൽ എല്ലാം നിഷേധിച്ചുകൊണ്ട് താൻ നിരപരാധിയാണ്, തനിക്കൊരു ആൺ മകനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ തെളിവുകൾ പോലീസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ഫോൺ പരിശോധനയിൽ നിർണായകമായ ചിത്രങ്ങൾ, ബാങ്ക് ഇടപാടുകൾ, മറ്റ് പല വിവരങ്ങൾ, വാട്സാപ്പ് ചാറ്റുകൾ ഇതെല്ലാം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആരൊക്കെയാണ് ഇനിയിപ്പോൾ പിടിയിലാവാനുള്ളത്? ഇവരിലേക്കുള്ള അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അധ്യാപികമാരടക്കം 5 പേർ അറസ്റ്റിലായ വടകര MDMA കേസിൽ മുഖ്യ പ്രതികളെ ഇതുവരെയും അന്വേഷണ സംഘത്തിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. നിലവിൽ പിടിയിലായ അധ്യാപികമാരടക്കം ലഹരി കച്ചവടത്തിന്റെ സാമ്പത്തിക ഇടപാടിന് സഹായം നൽകിയവരും ഒപ്പം ലഹരിയുടെ ചില്ലറ വിൽപ്പനയ്ക്ക് സഹായം നൽകിയവരുമൊക്കെയാണ്. പക്ഷേ ഇത് ലഹരി കൊണ്ടുവരുന്നതും ഒപ്പം വിൽപ്പന നടത്തിയതിന്റെ ലാഭം കൊയ്യുന്നതടക്കം വലിയൊരു ശൃംഖല തന്നെ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് ഈ അധ്യാപികമാരുടെ അടക്കം ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയത്. നിലവിൽ ഇവിടെ ATM കാർഡ് അടക്കം ലഹരി സംഘമാണ് ഉപയോഗിക്കുന്നതെന്ന് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ ATM കാർഡ് ഉപയോഗിച്ചവരെ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കുകയാണ്. അതായത് ATM കാർഡ് ഉപയോഗിച്ച് ആരൊക്കെ പണം പിൻവലിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രധാനമായും നോക്കുന്നത്. നിലവിൽ ഈ അധ്യാപികയായ കീർത്തനയടക്കം ഇവരുടെ ATM കാർഡുകൾ മറ്റ് ലഹരി സംഘത്തിന്റെ കയ്യിലാണുള്ളത്. ഈ പലയിടങ്ങളിൽ നിന്നായി പണം പിൻവലിച്ചതായി കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പയ്യന്നൂർ, പയ്യോളി, കുറ്റ്യാടി, പേരാമ്പ്ര എന്നിവിടങ്ങളിലൊക്കെ തന്നെ ATM കാർഡിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കീർത്തനയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ കണ്ടെത്തിയ ചിലയിടങ്ങളിൽ കീർത്തന നേരിട്ടെത്തി പണം പിൻവലിച്ചതായി മൊഴി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ലഹരി സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളായിരിക്കാം പണം പിൻവലിച്ചതെന്ന് അന്വേഷണ സംഘം സംശയിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ATM കൗണ്ടറുകളിലെ CCTV കൂടി ശേഖരിച്ച് അന്വേഷണം വിപുലമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഈ പയ്യന്നൂർ അടക്കമുള്ള ATM കൗണ്ടറുകളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. തുടർന്ന് ഇത് പിൻവലിച്ചത് ആരാണെന്ന് കൂടി കണ്ടെത്തി ഇവർ ലഹരി സംഘത്തിന്റെ ആളാണെന്ന് കൂടി പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം മറ്റു പ്രതികളെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കീർത്തനയെ മാത്രമാണ് അന്വേഷണ സംഘം 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തത്. കീർത്തനയിൽ നിന്ന് ലഭിച്ച മൊഴിപ്രകാരം മറ്റു പ്രതികളെ കൂടി കൂടുതൽ ചോദ്യം ചെയ്താൽ മുഖ്യ കണ്ണികളിലേക്ക് എളുപ്പം എത്താമെന്നുള്ളതാണ് SIT പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി, ശരത് SS ആണ് വിവരങ്ങൾ നൽകിയത്. ഇവർ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ലഹരി നൽകിയിട്ടുണ്ടോ? വിദ്യാർത്ഥികളെ ലഹരിക്കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ? കൂടുതൽ അധ്യാപകർ ഈ ഒരു ലഹരി സംഘത്തെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനെല്ലാം ഉള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്.